ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് അഥവാ ഗാസ സമാധാന സമിതിയിലേക്ക് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യക്ക് ഔദ്യോഗികമായി ക്ഷണം നൽകിയത്. എന്നാൽ തള്ളാനും കൊള്ളാനും വയ്യാത്ത നയതന്ത്ര ധർമ്മ സങ്കടത്തിലാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. കേവലം ഒരു നയതന്ത്ര നീക്കം എന്നതിലുപരി ഇന്ത്യയുടെ പരമാധികാരത്തെയും സ്വതന്ത്രമായ വിദേശനയ നിലപാടുകളെയും പരീക്ഷിക്കുന്ന ഒന്നാണ് ഈ ക്ഷണമെന്ന് കാണാൻ കഴിയും. ട്രംപ് വിഭാവനം ചെയ്യുന്ന ഈ സമാധാന സമിതിയുടെ ഘടന പരിശോധിച്ചാൽ തന്നെ ഇതൊരു സ്വകാര്യ ക്ലബ്ബ് പോലെയാണ് എന്ന് വ്യക്തമാകും. ഇതിൽ രാജ്യങ്ങളല്ല മറിച്ച് വ്യക്തികളാണ് അംഗങ്ങളായിരിക്കുന്നത്. ട്രംപ് തന്നെയാണ് ഇതിന്റെ ആജീവനാന്ത ചെയർമാൻ. ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഈ ബോർഡിലുണ്ട്. ഘടനയിൽ തന്നെ വ്യക്തിഗത സ്വഭാവം പുലർത്തുന്ന സമിതിയിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുമ്പോൾ രാജ്യങ്ങൾ എന്ന ആശയത്തിലുപരി വ്യക്തികളിൽ മാത്രം അധിഷ്ഠിതമായ ഒരു സംഘടനയാണ് ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകും. ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ സമിതിയിൽ അംഗമാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ നൽകേണ്ടത് ഭീമമായ ഒരു തുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്കുണ്ടാവുക താങ്ങാൻ കഴിയാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും. $1 ബില്യൺ, അതായത് ഏകദേശം 10,000 കോടി രൂപയാണ് ഇതിൽ അംഗത്വത്തിനായി ഇന്ത്യ നൽകേണ്ടി വരിക. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ഈ പണം ഉപയോഗിക്കുമെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഈ വൻ തുകയുടെ സുതാര്യതയെക്കുറിച്ച് ആഗോളതലത്തിൽ തന്നെ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്റെ വികസന പദ്ധതികളെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള ഈ ക്ഷണത്തിന് പിന്നിൽ വെറുമൊരു അംഗത്വം മാത്രമാണോ നിലനിൽക്കുന്നതെന്നുമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കൂടാതെ ഇത് PM കെയർ ഫണ്ട് പോലെ ഒരു സ്വകാര്യ സംവിധാനമായി മാറുമോ എന്ന ആശങ്കയും പല കോണുകളിൽ നിന്നും പ്രകടമാകുന്നുണ്ട്. സമാധാന സമിതി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ ലക്ഷ്യങ്ങൾ പലപ്പോഴും വിരുദ്ധമാണ്. ജോർജ് ഓർവെലിന്റെ 1984 എന്ന നോവലിലെ സമാധാന മന്ത്രാലയം പോലെയാണിതെന്ന് വിമർശകർ പരിഹസിക്കുന്നുണ്ട്. ഗാസയെ പല കഷ്ണങ്ങളായി വിഭജിക്കുക, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 71,400-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ട, അതിൽ 20,000-ഓളം കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു വലിയ വംശഹത്യയുടെ പശ്ചാത്തലത്തിലാണ് ഈ സമിതി വരുന്നതെന്ന് പ്രത്യേകം ഓർമ്മിക്കണം. 39,000 കുട്ടികൾ അനാഥരാക്കപ്പെട്ട, 90% സ്കൂളുകളും തകർക്കപ്പെട്ട ഗാസയിലെ ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു സമിതിയുടെ ഭാഗമാകുന്നത് ഇന്ത്യയുടെ ഗാന്ധിയൻ മൂല്യങ്ങൾക്കും ധാർമ്മിക നിലപാടുകൾക്കും വിരുദ്ധമാകുമെന്ന ഭയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്. മറ്റൊരു പ്രധാന അപകടം ഇന്ത്യ ഒരു ക്ലൈന്റ് സ്റ്റേറ്റായി മാറാനുള്ള സാധ്യതയാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള പരമാധികാരം നഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചേരുമെന്ന ആശങ്കയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അമേരിക്ക പറയുന്നിടത്ത് ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യേണ്ടി വന്ന പാകിസ്ഥാന്റെ പഴയ അവസ്ഥ ഇന്ത്യക്കും ഉണ്ടായേക്കാമെന്നാണ് ഭയം. മാത്രമല്ല, നാളെ കശ്മീർ വിഷയത്തിൽ ഈ സമിതി ഇടപെടാൻ ശ്രമിച്ചാൽ കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്ന നമ്മുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തമായ വാദം ദുർബലമാവുകയും ചെയ്യും. ഗാസയിൽ തുടങ്ങുന്ന ഈ ഇടപെടലുകൾ ഭാവിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ട്രംപ് സൂചന നൽകിയിട്ടുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദം ഉന്നയിച്ചതുപോലെ നാളെ കശ്മീരിന്റെ കാര്യത്തിലും ഇടപെട്ട് മധ്യസ്ഥത അവകാശപ്പെടാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇറാഖ് യുദ്ധകാലത്ത് ജോർജ് ബുഷിന്റെ സമാനമായ ആവശ്യം അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി പാർലമെന്റിലെ ചർച്ചകൾക്ക് ശേഷം തള്ളിക്കളഞ്ഞത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അമേരിക്കയുടെ താൽപര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യത്തെ വിട്ടു നൽകില്ല എന്ന ആ നട്ടലുള്ള നിലപാട് ഇന്നത്തെ ഭരണകൂടത്തിന് ഉണ്ടാകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലം മുതൽ ഇന്ത്യ കാത്തുസൂക്ഷിച്ച പലസ്തീൻ ഐക്യദാർഢ്യ നിലപാടുകളിൽ നിന്നുള്ള ഒരു വലിയ വ്യതിചലനം കൂടിയായിരിക്കും ഈ സമിതിയിലെ അംഗത്വം. ഒരു വശത്ത് അമേരിക്കയുടെ സമ്മർദ്ദം, മറുവശത്ത് ഇന്ത്യയുടെ പരമാധികാരവും അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യതയും. ഇതിനിടയിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. 2027 വരെ UN സുരക്ഷാ സമിതിയുടെ പിന്തുണയുള്ള സമാധാന ദൗത്യത്തിൽ മാത്രം പങ്കാളികളാവുക എന്നൊരു മധ്യമാർഗം ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടെങ്കിലും ട്രംപിന്റെ വ്യക്തിഗത സമിതിയുടെ ഭാഗമാവുക എന്നത് വലിയൊരു കെടി തന്നെയാണെന്ന് നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നു.